ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിന്റെ 2ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFിലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു. എൻ്റെ പേര് ദിനേശൻ. തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു. വീടിനെ അപേക്ഷിച്ചപ്പോൾ PMA വഴിയുള്ള ഭവനോദ്ധതയെ കിട്ടിയത്. ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു. പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൺ റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്. വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ്, റീസൈക്കിൾ, അതിൽ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ്. ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് നമ്മൾ സ്വച്ഛ് സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. EDക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റുള്ള ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111ഓളം കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ പറഞ്ഞു. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2ാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിന്റെ 2ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.